कूजन्तं राम रामेति मधुरं मधुराक्षरम्. നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വർണ്ണാഭമായി ആഘോഷിച്ചു. ചാമക്കാല ശ്രീനാഥ് വധക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 22 വർഷത്തിനു ശേഷം പിടിയിൽ. കണ്ടശങ്കടവ് കേണ്ടസ് ആർട്സ് ക്ലബ് പ്രതിഭാസംഗമം നടത്തി. വാർത്തകൾ വിശദമായി. രാജ്യം വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിന് CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ദേശീയ പതാക CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AV സുരേഷ് ഉയർത്തി. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, വനിതാ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന കണ്ണൻ, AIKS വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി PN സുജിന്ത്, BKMU വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, ദിൽജിത്ത്, KV ഹിരൺ, TMC രാജൻ, ഹരിദാസ് പനയ്ക്കൽ, കണ്ണൻ വലപ്പാട്, MT ബാബു, രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സന്തോഷ ലഹരിയിലാണ്. ആ കാലഘട്ടത്തിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇന്ന് 79 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം കൊണ്ടുപോകുന്നതിന് വേണ്ടി, രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചണ്ഡമായ പ്രചാരവേലകളും രാഷ്ട്രീയ അധികാരവും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓഫ് കാരമുക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KM രബീഷ് പതാക ഉയർത്തി. സെക്രട്ടറി കൃഷ്ണകുമാർ, ട്രഷറർ ജയപാലൻ എന്നിവർ സംസാരിച്ചു. കാരമുക്കിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. വിമുക്ത ഭടന്മാരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് പാലട വിതരണവും നടന്നു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ ദേശീയ പതാക ഉയർത്തി. പാലട പ്രഥമൻ വിതരണവും ലഡു വിതരണവും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടികയിലെ 15 വാർഡുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും ആഘോഷിച്ചു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ വാർഡുകളിലായി DCC ജനറൽ സെക്രട്ടറിമാരായ BR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, VD സന്ദീപ്, TB ഷൈൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, PK നന്ദനൻ, PC ജയപാലൻ, KR ദാസൻ, ശ്രീദേവി മാധവൻ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും 79ാം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഇന്ത്യൻ പതാക ഉയർത്തി. തുടർന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ CLC സംഘടനയുടെ പതാക ഉയർത്തി. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സന്ദേശം നൽകി. പഴുവിൽ ഇടവക സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മാതൃകയിൽ ഇടവക ജനങ്ങളെല്ലാം അണിനിരന്നത് മനോഹരമായ കാഴ്ചയായിരുന്നു. പഴുവിൽ ഇടവകയിലെ എല്ലാ വിമുക്ത ഭടന്മാരെയും സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു.
കറിയാമുട്ടം നോർത്ത് മടവില്ല റെസിഡൻസ് അസോസിയേഷൻ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. സെക്രട്ടറി സുരേഷ് മാരാത്ത് പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന പ്രസംഗവും നടത്തി. കുട്ടികളുടെ പ്രസംഗം, ദേശഭക്തിഗാനം എന്നിവ നടന്നു. പ്രസിഡന്റ് അജയൻ കാളിപ്പറമ്പിൽ, ട്രഷറർ സുരേഷ് വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. വലപ്പാട് പുത്തൻപള്ളിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. വലപ്പാട് പുത്തൻപള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം വലപ്പാട് SHO കെ അനിൽകുമാർ പതാക ഉയർത്തി. മഹല്ല് വൈസ് പ്രസിഡന്റ് NM ഷെരീഫ്, ജനറൽ സെക്രട്ടറി PI നസീർ, ട്രഷറർ PS ഷഹീൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KA അയൂബ്, PA ഷാജഹാൻ, കമ്മിറ്റി ഭാരവാഹികളായ MK ആദമു, CK ഷംസുദ്ദീൻ, ഷെരീഫ് പാണ്ടികശാല, TM സക്കീർ, KP മുഹമ്മദ് അലി, ഉസ്താദുമാരായ റഫീഖ് ഹാസിമി, അബ്ദുൽ ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. 15-ാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സമയം നമ്മളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം. എല്ലാവരും സന്തോഷമായി ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കണം. മാലിന്യമുക്ത നാടിനായി കഠിനാധ്വാനം ചെയ്യുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്വാതന്ത്ര്യദിനത്തിൽ പുതുവസ്ത്രങ്ങൾ നൽകിക്കൊണ്ട് ആദരിച്ചു. സ്വാതന്ത്ര്യദിന സമ്മാനമായി നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പുതുവസ്ത്രം നൽകിയത്. അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TB ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, PK നന്ദനൻ, PC ജയബാലൻ എന്നിവർ സംസാരിച്ചു. വീടുകളിൽ പോയി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ സേനയാണ് ഹരിതകർമ്മ സേന. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത്. ഗ്രാമങ്ങൾ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഗാന്ധിയുടെ സ്വപ്നമാണ്, ഗാന്ധിയുടെ മുദ്രാവാക്യമാണ്. ആ ഗാന്ധിയുടെ മക്കളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവരെ ആദരിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസമാണ് സ്വാതന്ത്ര്യദിനം. കറിയാമുട്ടം കോരുണ്ണി മാസ്റ്റർ സ്മാരക പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ ദിനാഘോഷവും നടന്നു. TG സതീഷ് കുമാർ പതാക ഉയർത്തി. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KH കബീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OICC റിയാദ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാസർ വലപ്പാടിനെ ആദരിച്ചു. OICC മുൻ പ്രസിഡന്റ് ബെന്നി വാടനപ്പള്ളി, ഡേവിസ് വാഴപ്പള്ളി, സജിത്രൻ തയ്യിൽ, ഷംസു മമ്മർസ എല്ലത്ത്, KK അക്ബർ അലി, ഇന്ദു ജയൻ, OK അബൂബക്കർ, മനോഹരൻ കൊമാന്തക്കൽ, സിംഗ് തയ്യിൽ, ഹംസ തുപ്പിയിൽ, ഡിജിൽ ഡേവിസ്, നിഥിൽ കുമാർ, പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. അവസാനം അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എത്തി നിന്നു. അവസാനം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഫലമായി പൂർണ്ണ സ്വരാജ് നമ്മുടെ മഹാനായ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ വെക്കുകയും തുടർന്ന് അതിന്റെ ഫലമായി നമ്മൾക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. മുൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ 9ാം വാർഡ് മെമ്പറുമായ P വിനു പതാക ഉയർത്തി. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ B ശശിധരൻ, MB ലതിമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യം നേടി തന്നിരിക്കുന്നത്. അവരുടെ എല്ലാം സ്മരണയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ 79ാമത് സ്വാതന്ത്ര്യദിനം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാം. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ, പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് സമര മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് എതിരായി ബ്രിട്ടീഷുകാരുടെ അവർക്കെതിരായി ശക്തമായ സമര മാർഗങ്ങളിലൂടെ നമ്മുടെ മഹാനായ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സമരത്തിന്റെ ഫലമായി നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. CJ ജെന്നി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലെ ഗൈഡ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഗൈഡ്സ് പതാക ഉയർത്തി.
ഗ്രേസ് കിഡ്സ് കിൻഡർ ഗാർഡൻ കുട്ടികൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യാവിഷ്കാരം നടത്തി. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികളായി വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. സെക്രട്ടറി PR പ്രിയ, മറ്റ് അധ്യാപകർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ PTA, MPTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. തീരദേശത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ചാമക്കാല ശ്രീനാഥ് വധക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 22 വർഷത്തിന് ശേഷം പോലീസ് പിടിയിലായി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പാണ്ടികപ്പറമ്പിൽ വീട്ടിൽ അജയനെയാണ് ബംഗളൂരു വിമാനത്താവളം പോലീസ് പിടികൂടി ജില്ലാ പോലീസിന് കൈമാറിയത്. 2003 നടന്ന കേസിലെ പ്രതിയായ ഇയാൾ ഒളിവിൽ പോയതിനാൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് പുറപ്പെടുവിച്ചിരുന്ന ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് ദുബായിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഇയാളെ പോലീസ് തടഞ്ഞുവെച്ച് റൂറൽ ജില്ലാ പോലീസിന് കൈമാറിയത്. 7 സംഘത്തിന്റെ ആക്രമണത്തിലാണ് ശ്രീനാഥ് കൊല്ലപ്പെട്ടത്. ശ്രീനാഥും സുഹൃത്തും ചേർന്ന് റെജിയെ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം എടുത്തുകൊണ്ടുപോയി സമീപത്തെ തോട്ടിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്നാണ് കേസ്. കേസിലെ 5 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, ASI വിനയൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നാട്ടിക ശ്രീനാരായണ കോളേജ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ അലുമിനിയുടെ ലോഗോ പ്രകാശനം നടന്നു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അനിത CT ലോഗോ പ്രകാശനം നിർവഹിച്ചു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD അനില ബാലൻ അധ്യക്ഷയായി. പൂർവ്വ അധ്യാപകരായ സതീശൻ, മധു, സുപ്രഭ, ഫിറോസ്, പൂർവ്വ വിദ്യാർത്ഥികളായ ലാൽ സിംഗ് ഇയാനി, സമരൻ തറയിൽ, ഷൈൻ T ഭാസ്കർ, VR പ്രഭ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിയങ്ക, കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോട്ടുപുര, ശിവപ്രകാശൻ എന്നിവർ സംസാരിച്ചു. വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നോട്ട് ഓൺലി ഫോർ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ബട്ട് ഓൾസോ ഫോർ ദി SN കോളേജ് നാട്ടിക. ഈ അലുമിനി എന്ന് പറയുമ്പോൾ ആൻല ടീച്ചർ അതിന് നല്ലൊരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എപ്പോഴും അതൊരു ചരടായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഷുഡ് ബി എ ത്രെഡ് വിച്ച് കണക്ട് ദ ആളുകൾ തമ്മിൽ എല്ലാ യൂണിറ്റിയും ഫ്രണ്ട്ഷിപ്പും ആ കണക്ടിവിറ്റി, ആ 3 സാധനങ്ങൾ കൂട്ടി വയ്ക്കുന്ന ഒരു ത്രെഡായിട്ട് എന്നും വർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് അലുമിനി. ഐ തിങ്ക് സോ. നമ്മളുടെ ജനറേഷനിലുള്ള പല ജനറേഷനിലുള്ള ടീച്ചേഴ്സ്. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്.
എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് DMCയിൽ നാട്ടിക MLA CC മുകുന്ദൻ പതാക ഉയർത്തി. DMC മാനേജർ AT നേന, DMC സൂപ്പർവൈസർ അസ്ഹർ, സന്ധ്യ NG, ലൈഫ് ഗാർഡുമാരായ ഹരീഷ് ഹരിദാസ്, ബിബീഷ് TP, ഷെരീഫ് C എന്നിവർ പങ്കെടുത്തു. നാട്ടിക 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ, മധു അന്തിക്കാട്, മുഹമ്മദ് അലി, രാജീവ് AB, രഹന ബിനീഷ്, തങ്കമണി തിവിക്രമൻ, അഭിഷിക്, സാബു, സുനിൽ ലാൽ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ക്ലബ്ബ് മന്ദിരത്തിൽ പ്രസിഡന്റ് PK ഏകലവ്യന്റെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ VP നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. AA ആന്റണി, ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, NM സുരേഷ്, പ്രതാപൻ കളത്തിൽ, P മാധവ മേനോൻ, രഘു പുളിക്കൽ, KS സുധീർ, NR സുഭാഷ്, KN വേണുഗോപാൽ, PA വിൻസെന്റ്, സുഷമ നന്ദകുമാർ, ബിന്ദു സുരേന്ദ്രൻ, യമുന റാണി, പ്രതാപൻ എന്നിവർ പങ്കെടുത്തു. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് 79ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് KH കബീർ പതാക ഉയർത്തി. തുടർന്ന് ധീരദേശാഭിമാനികളുടെ അനുസ്മരണവും നടത്തി. ബാങ്ക് ഡയറക്ടർമാരായ സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പള്ളി, ബിജു നെടിയിരിപ്പിൽ, നിധിൽകുമാർ ചുള്ളിയിൽ, അമ്പിളി പട്ടാലി, പ്രവീൺ പൊയ്യാറ, ഉജിത ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി സോമശേഖരൻ, ബാങ്ക് സെക്രട്ടറി ചാർജ് വഹിക്കുന്ന KS അനിൽകുമാർ, ബാങ്ക് ജീവനക്കാരായ NS ഉദയകുമാർ, ഡിജിൽ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അക്രമരാഹിത്യത്തിലൂടെ ഒരു യുദ്ധച്ചൊരിച്ചിലില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ പുരുഷൻ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത പ്രിയങ്കരായ സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, അതുപോലെ തന്നെയുള്ള ഭഗത് സിംഗ്, ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കളുടെ. തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. പതാക ഉയർത്തലും പായസ വിതരണവും നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തസ്കിയത്ത് കൂട്ടായ്മ സെക്രട്ടറി ഷമീർ നാലകത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ ഷാജു, മുഹസിൻ പള്ളിമുക്ക്, സലീഷ്, ഹാസിം, ഹാഷിം, മുഹമ്മദ് അലി, മെഹബൂബ് തങ്ങൾ, ഹബീബ് തങ്ങൾ, റഫീഖ് തങ്ങൾ, അൻവർ, സൽമാൻ, ഷജീർ, നസറുദ്ദീൻ, ഫയു, അജ്മൽ, റോണി, ഫൈസൽ, ഖലീൽ, ഷംസു, ഹർഷാദ്, ഷൺമുഖൻ, മണിയൻ, ജാഫർ ഖാൻ, റസാഖ്, ആരിഫ്, അഷ്റഫ്, ജാസിം, രാജേഷ്, ഹസൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. അറിയോ, 200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാനോ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ, അത് നേരത്തെ പറഞ്ഞു മഹാത്മജി പോലെയുള്ള, ജവഹർലാൽ നെഹ്റു പോലെയുള്ള, അതുപോലെയുള്ള പേരെടുത്ത് പറയാനും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മഹാന്മാർ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൃപ്പയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പതാക ഉയർത്തി. PRO ഉബൈദു, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചെറമേൽ ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ഷാജി ജോർജ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, ഡീക്കൻ സന്തോഷ് ഗോഗർലെ, ആരാധ്യ സിംഗ്, ശിവദാസ് സുനിൽ, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി,
സ്റ്റാഫ് സെക്രട്ടറി സോണിയ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്റ്റാഫ് പ്രതിനിധി എബ്രഹാം ബേസിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മധുരവും വിതരണം ചെയ്തു. ദേശീയ ബോധം ഉണർത്തുന്ന ദേശഭക്തി ഗാനങ്ങളും സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളുടെ പരേഡും വിദ്യാർത്ഥികളുടെ മാസ് ഡ്രില്ലും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃപ്പയാർ ഖണ്ഡ് മണലൂർ മണ്ഡലം പൊതുജന പങ്കാളിത്തത്തോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഘോഷ് വാദ്യങ്ങളോടെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ സേവാഭാരതി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃപ്പയാർ ഖണ്ഡ് മാനനീയ സംഘചാലക് ദിവാകരൻ പഴങ്ങാപ്പറമ്പിൽ, BVBS മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രസേവനം പൂർത്തിയാക്കിയ സൈനികരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. റിട്ടയേർഡ് ഹവിൽദാർ ശിവദാസൻ പതാക ഉയർത്തി. റിട്ടയേർഡ് നായിക് രജീഷ് ഫ്ലാഗ് സല്യൂട്ടേഷൻ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൌൺസിൽ മുൻ അംഗം CJ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കൊച്ചിവീട്ടിൽ, ജനറൽ സെക്രട്ടറി KP റെജി, വൈസ് പ്രസിഡന്റ് TS മുബാറക്, ട്രഷറർ PV ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. 15 വർഷത്തിലേറെയായി കയ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന ആൽഫ കുടുംബാംഗം ഷീജയെ ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസ് സുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മജ്ലിസ് സുന്നൂർ ചെയർമാൻ പുളിന്തറ ഷുക്കൂർ പതാക ഉയർത്തി. മജ്ലിസ് സുന്നൂർ അമീർ ഡോക്ടർ ഹാഫിൽ അഹമ്മദ് നൌഫൽ റഹ്മാനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ, കോർഡിനേറ്റർ മൂസാൻ പള്ളിപ്പറമ്പിൽ, കൺവീനർ സിറാജ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൈരളി വായനശാലയും കലാ സാംസ്കാരിക വേദിയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് KK ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം PN ദേവി പ്രസാദ് എൻഡോവ്മെന്റ് വിതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ പ്രജീന റഫീഖ്, ജയന്തി, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ER ജോഷി, വായനശാല സെക്രട്ടറി KB അനിൽ, ക്ഷേമോദയം സ്കൂൾ പ്രധാനാധ്യാപിക ഷൈന തുടങ്ങിയവർ സംസാരിച്ചു. SM ജീവനെ ചടങ്ങിൽ ആദരിച്ചു. മുഴുവൻ മൂല്യങ്ങളെയും തച്ചു തകർക്കുന്ന നയപരമായ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് ഭൂരിപക്ഷവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് എന്ന രീതിയിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്നതിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളടങ്ങുന്ന പുതിയ തലമുറ എന്താണ് പഠിക്കേണ്ടത് എന്ന് പാഠ്യപദ്ധതിയിലൂടെ കരിക്കുലം കമ്മിറ്റിയിലൂടെ നിർദ്ദേശിക്കപ്പെടുന്നത്. ജാതിയാണ്, മതമാണ് എല്ലാറ്റിനേക്കാളും പ്രധാനമെന്ന് വിദ്യാർത്ഥി സമൂഹം പഠിക്കണം എന്ന് ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്.
ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പതാക ഉയർത്തി. പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ ത്രിവർണ്ണ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ദേശീയഗാനവും നടന്നു. അധ്യാപകരായ മനോജ് കുമാർ പി കെ, കലാമണ്ഡലം ശ്രീരാജ്, RLB ദിവ്യ, നിഖിൽ R, LV രേഖ, വിനയ് എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, വയലിൻ, മൃദംഗം, ചെണ്ട എന്നീ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മധുര വിതരണവും നടന്നു. 2 വർഷമായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന മണലൂർ വിദ്യാർത്ഥി റോഡ് സ്വാതന്ത്ര്യദിനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. കാഞ്ഞാണി സെന്ററിൽ ബ്ലോക്ക് കാരണം അന്തിക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി റോഡാണ്. നിരന്തരം പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതികൾ കൊടുത്തിട്ടും തെരഞ്ഞെടുത്ത് പോയ പ്രതിനിധികൾക്ക് മുന്നിൽ പറഞ്ഞിട്ടും ഒരു കാര്യം പോലും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ റോഡിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു. പ്രദേശത്തെ ഷിനോജ്, ഷാജൻ, ചന്ദ്രൻ, വിശ്വംഭരൻ, ഗിരി, ശിവദാസ്, മണി, ഷെജിൻ, ജോയ്, ജിദേവ്, നിവിൻ കൃഷ്ണ, നിഖിൽ കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുഴികൾ അടച്ചത്. ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ മകൾ അശ്വതിയുടെ വിവാഹത്തിന് സ്നേഹസമ്മാനവുമായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളും കോർഡിനേറ്റർ ശലഭ ജ്യോതിഷും എത്തി. ചൂലൂർ യോഗിനിമാത ബാലികാ സദനം ഹാളിൽ നടന്ന ചടങ്ങിൽ NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് അശ്വതിക്ക് വിവാഹ സമ്മാനമായി സാരികൾ കൈമാറി. മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് വിതരണം ചെയ്തു. ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ 7ാമത്തെ വിവാഹമാണ് ഈ മാസം 18-ന് നടക്കുന്നത്. മുൻ വിവാഹങ്ങളിലും നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ സഹായവുമായി എത്തിയിരുന്നു. ചടങ്ങിൽ യോഗിനിമാത ബാലികാ സദനം ഭാരവാഹികളായ പ്രസിഡന്റ് AP സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് NS സജീവ്, ജോയിന്റ് സെക്രട്ടറി MD സുനിൽകുമാർ, ട്രഷറർ KS തിലകൻ, NSS വിദ്യാർത്ഥികളായ മുഹമ്മദ് റയാൻ, ജന്ന ഫാത്തിമ, അതുൽ കൃഷ്ണ, ആരവ്, രഞ്ജി, ആദി കൃഷ്ണ, ദേവപ്രയാഗ CJ എന്നിവർ പങ്കെടുത്തു. നടുപ്പറമ്പിൽ ആലക്കൽ ജയപ്രകാശിന്റെ ഓർമ്മയ്ക്കായി ആലക്കൽ കുടുംബ കൂട്ടായ്മ തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് പ്രഭാത ഭക്ഷണ വിതരണം നടത്തി. തൃപ്പയാർ ക്ഷേത്ര മാനേജർ മനോജ് K നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൊടുങ്ങല്ലൂർ SI സജിൽ ആദ്യ ഭക്ഷണ വിതരണം നിർവഹിച്ചു. ആലക്കൽ കുടുംബ കൂട്ടായ്മ അംഗങ്ങളായ ദിവാസ് ആലക്കൽ, സുധീർ ആലക്കൽ, ബിനു ആലക്കൽ, ഗീത കാരയിൽ, ഷീമ ആലക്കൽ, ഷീല ആലക്കൽ, നീരജ് ലാൽ ആലക്കൽ, ശ്യാമള അടിയാറ, ഷാജു കാരയിൽ, വസന്തൻ കുണ്ടായിൽ, NAP സുരേഷ് കുമാർ, ശ്രീരാമ ഭക്തസേവ അംഗങ്ങളായ PK വിനോദ്, ലക്ഷ്മി സന്തോഷ്, ജോത്സ്യൻ വിജയകുമാർ മേനോൻ, അജിത മനോഹരൻ, ജിതിൻ മച്ചിങ്ങൽ, അംബുജം, ഉണ്ണിമേനോൻ പടിപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഈ കർക്കിടക മാസത്തിൻ്റെ അവസാന നാളുകളിൽ ഈ ശ്രീരാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൽ വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ഔഷധക്കഞ്ഞിയും കഞ്ഞി വിതരണവും എല്ലാമായി ഈ കർക്കിടക മാസാചരണത്തെ ധന്യമാക്കുകയാണ് ഈ കൂട്ടായ്മകൾ. തീർച്ചയായും എല്ലാവർക്കും തൃപ്പയാർ ദേവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. അന്തിക്കാട് KGM LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി. PTA പ്രസിഡന്റ് ശ്രീലിയോ ജോർജ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ CB, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PU രാഗേഷ്, ദേവി, പ്രഷിത, രമ്യ സലീഷ്, MPTA പ്രസിഡന്റ് TM സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ സമ്മാന വിതരണം നടത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാഴികക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് സത്യാഗ്രഹം, ചൗരി ചൗര, ചമ്പാരൻ സത്യാഗ്രഹം എന്നിവയുടെ ദൃശ്യാവിഷ്കാരവും നടത്തി. പതാക ഉയർത്തലിന് ശേഷം ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും റാലി നടന്നു.
വലപ്പാട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷനും മാക്കയർ കാട്ടൂർ ഡയഗ്നോസ്റ്റിക്കും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും തിരുപ്പഴഞ്ചേരി ക്ഷേത്രത്തിന് സമീപമുള്ള പള്ളിപ്പുറം NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ചു. വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് ശിവരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സാനിത ഋഷിൻ മുഖ്യാതിഥിയായിരുന്നു. MBBSൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നവമി K. സതീഷ്, ശ്രീകാർത്തിക, ശ്രീലക്ഷ്മി എന്നിവരെ ഡോക്ടർ സാനിത ഋഷിൻ ആദരിച്ചു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, സെക്രട്ടറി ഷിജോ അരയമ്പറമ്പിൽ, NSS സെക്രട്ടറി ചന്ദ്രശേഖരൻ, ഗിരീഷ് ചിറ്റെഴുത്ത്, അനിൽ P. നവീൻ, സിജി സോമസുന്ദരൻ, സാന്ദ്ര രമേശ്, സോമസുന്ദരൻ, സുമേഷ്, നീതു സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. താന്യം തെക്കുഭാഗം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടത്തി. മുൻ ജില്ലാ ഗവൺമെന്റ് അഡീഷണൽ പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KN വിവേകാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് അശോകൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡർ കമൽജിത്ത് കരുണാകരനെയും സമിതി മുൻ സെക്രട്ടറി സരസ്വതി ജയതിലകനെയും ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, താന്യം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജോ പുലിക്കോട്ടിൽ, യോഗത്തിന് ശ്രീനിവാസൻ പൊറ്റേക്കാട്ട്, ബിനോയ് തൈപ്പറമ്പത്ത്, വത്സലൻ അച്ചുപറമ്പിൽ, പ്രൊഫസർ ബൈജു കാളിപ്പറമ്പിൽ, ലിഷ ഷാജൻ, ബിന്ദു സുരേഷ്, സുനന്ദ വിശ്വനാഥൻ, ബാബു പറത്താട്ടിൽ, അജയൻ പറവത്ത്, സന്തോഷ് പറത്താട്ടിൽ, ശരത് ബിയത്ത് എന്നിവർ സംസാരിച്ചു. ഒരു മരണം സംഭവിക്കുമ്പോൾ ആ വീട് മൊത്തത്തിലും പകച്ചു. ആ സമയത്ത് അവർക്ക് കൈത്താലും നൽകുന്നത് മരണാനന്തര സമയമാണ്. നമുക്കറിയാം, മരണം ഉണ്ടാകുമ്പോൾ ആ വീട്ടുകാർ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് പെട്ടെന്ന് ഒരു അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് കൈത്താങ്ങായി ചെന്ന് അവിടെ ചെന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മരണാനന്തര സമുദായം. അങ്ങനെ ഒരു വളരെ ഇത്രയും വർഷം 72-ലൊക്കെ ഇത് തുടങ്ങുമ്പോൾ അന്നത്തെ ആ ആൾ അതിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് അന്നത്തെക്കാളും നമ്മുടെ കുടുംബങ്ങൾ ആളുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടികളുള്ള സാഹചര്യമാണ്. ചേർക്കര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇയാനി ഞായക്കാട്ട് തിലകൻ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നാട്ടിക ഈസ്റ്റ് UPS സ്കൂളിലും ചേർക്കര അംഗൻവാടിയിലും വർഷങ്ങളായി നടത്തിവരുന്ന പായസ വിതരണവും നടന്നു. ചടങ്ങിൽ ചേർക്കര സംരക്ഷണ സമിതി അംഗങ്ങളായ ആനന്ദൻ ബംഗാലി, ഹരി ബ്ലാക്കയിൽ, വേണുഗോപാൽ, ജയദേവൻ എന്നിവർ സംസാരിച്ചു. കലാ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 65 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ടശങ്കടവ് കേണ്ടസ് ആർട്സ് ക്ലബ്ബ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ A+ നേടിയ 130ഓളം വിദ്യാർത്ഥികളെയാണ് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. പഠനത്തിൽ 100% വിജയം നേടിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, SH ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂൾ മണലൂർ, ഗവൺമെന്റ് ഹൈസ്കൂൾ, കാരമുക്ക്, SNGS എന്നീ സ്കൂളുകളെയും കലാകായിക പ്രതിഭകളെയും നാട്ടുകാരനും നാടിന്റെ അഭിമാനവുമായ കേണൽ ഡോക്ടർ PS ജെയിംസ്, ഗണിത ഗ്രന്ഥകാരൻ CA പോൾ മാസ്റ്റർ, രക്ഷാധികാരി AP ജോസ് എന്നിവരെയുമാണ് ആദരിച്ചത്. പ്രതിഭാസംഗമം തൃശൂർ DEO രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് TP തോമസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ബീന K മേനോൻ, ജിത പോൾ, ജയന്തി S മേനോൻ, ടെസി റോസ്, ജോൺസൺ പീറ്റർ, സെക്രട്ടറി CT ആൻഡോ, കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത്, ബിനീഷ് മഞ്ഞിയിൽ എന്നിവർ സംസാരിച്ചു. ഇങ്ങനൊരു പ്രോഗ്രാം, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന കേണ്ടസ് ആർട്സ് ക്ലബിന് ഈ അവസരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ നിലയിൽ എൻ്റെ നന്ദി ഈ വേദിയിൽ വെച്ച് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സാമൂഹികമായി നമുക്കുള്ള ബന്ധങ്ങളാണ്. നമ്മൾ ജാതി മത ഭേദങ്ങൾക്കപ്പുറം ഒരുമിച്ച് നിൽക്കുകയും ഒരു സമൂഹങ്ങളിൽ വളരെയധികം ഇഴുകി ചേർന്നിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഘടനകൾക്ക്, ക്ലബ്ബുകൾക്ക്, വായനാശാലകൾക്ക്
കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും സേവാഭാരതി വലപ്പാട് യൂണിറ്റും സംയുക്തമായി സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാലി വാഴപ്പുള്ളി ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ വിവേകാനന്ദ സേവാ കേന്ദ്രം സെക്രട്ടറി ഗിരീഷ് ചിറ്റെഴുത്ത് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, സേവാഭാരതി വലപ്പാട് സെക്രട്ടറി ഷിജു അരയമ്പറമ്പിൽ, ധനേഷ്, ധന്യൻ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. പ്രധാനാധ്യാപിക CB നിഷ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ഷിർഷാദ് അലി, സ്കൂൾ ലീഡർ ഫിദ KS, PTA എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റോഷൻ, കാവ്യ ഉണ്ണി, ഷീബ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനവും കലാപരിപാടികളും അരങ്ങേറി. പെരിങ്ങോട്ടുകര കൈപ്പുള്ളി ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മേൽശാന്തി യാദവ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഗജപൂജ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് ദീപാരാധന, സമൂഹ ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് കിഷോർ KJ, സെക്രട്ടറി ഗീതു രാമദാസ്, ട്രഷറർ മനേഷ് KG, വത്സൻ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് മഠത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തിമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, രവി നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൻ കരുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ മരം വീണ് അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടും താൽക്കാലികമായി താമസിക്കാനുണ്ടാക്കിയ ഷെഡും തകർന്നു. അന്തിക്കാട് 2-ാം വാർഡിൽ മാങ്ങാട്ടുകര പഴുപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ വീടാണ് വെള്ളിയാഴ്ച രാവിലെ 10ഓടെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തകർന്നത്. വീടിന് സമീപത്ത് നിന്നിരുന്ന കൂറ്റൻ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീട്ടുകാർ അപകട സമയത്ത് സമീപത്തുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. തൃപ്പയാർ കോസ്റ്റൽ റീജൻസി ക്ലബ്ബിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സെക്രട്ടറി PB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് TA ജെയ്സൺ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PN സുജിന്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ AA ആന്റണി, CB വിശ്വേഷ്, ക്ലബ്ബ് അംഗങ്ങളായ സാനി ജോസഫ്, KS സുധീർ, CP റോബിൻ, അബ്ദുൽ മജീദ്, പ്രഭാതചന്ദ്രൻ, അബ്ദുൾ അസീസ്, അക്ബർ, EB ഷെറിൻ, ജഗന്നിവാസൻ, വിജയമോഹൻ, വിൻസെന്റ്, ബാബുരാജ്, അനി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും പൊതുസമ്മേളനവും അവാർഡ് ദാനവും സമ്മാനദാനവും വായനശാലയിൽ നടന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം തൃശൂർ വിദ്യാഭ്യാസ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന മദന മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കും ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുമുള്ള അവാർഡ് ദാന സമ്മാന വിതരണവും നടന്നു. വാർഡ് മെമ്പർ ആൻഡോ തുറയൻ, സെക്രട്ടറി KB ജോഷി ബാബു എന്നിവർ സംസാരിച്ചു. ഈ 79ാം സ്വാതന്ത്ര്യ ദിനം അതിഗംഭീരമായി നാടെങ്ങും ആഘോഷിക്കുക. ഈ ആഘോഷ ദിവസത്തിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലും നിങ്ങളെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടി ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു.
മണലൂർ മരോട്ടിക്കൽ മറ്റത്തൂരമ്മ ഭദ്രകാളി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ നടത്തിവരുന്ന രാമായണ മാസാചരണത്തിന്റെ സമാപന ദിവസമായ 15-ാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, രാമായണ പാരായണം, പാളക്കഞ്ഞി വിതരണം എന്നിവ നടത്തി. മേൽശാന്തി അരുൺ ശാന്തി കാർമ്മികനായി. ഉണ്ണികൃഷ്ണൻ, എം.കെ. ബൈജു, എം.പി. രാജേഷ്, എം.വി. കനക സിദ്ധാർത്ഥൻ, ശ്രീജൻ, എം.കെ. രവീന്ദ്രൻ, എം.പി. മിനി ഗോപി, സന്തോഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ 79-ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വർണ്ണാഭമായി ആഘോഷിച്ചു. ചാമക്കാല ശ്രീനാഥ് വധക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി 22 വർഷത്തിന് ശേഷം പിടിയിൽ. കണ്ടശങ്കടവ് കേണ്ടസ് ആർട്സ് ക്ലബ്ബ് പ്രതിഭാസംഗമം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.